മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തന്നെ ഈ കാട്ടിലെ പീടിക ബൂത്തിലെത്തി വോട്ട് ചെയ്തു. സ്ഥാനാർത്ഥി ജില്ലാ പഞ്ചായത്ത് പിണറായി ഡിവിഷൻ സ്ഥാനാർത്ഥി കെ അനുശ്രീയും മുഖ്യമന്ത്രിയെ അനുഗമിക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ഈ ബൂത്തിന് സമീപം ഉണ്ടായിരുന്നു. നമ്മോടൊപ്പം ഇപ്പോൾ കെ അനുശ്രീ ചേരുകയാണ്. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജില്ലാ പഞ്ചായത്തിൽ LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പോളിംഗ് 1 മണിക്കൂർ പിന്നിടുകയാണ്. വലിയ ആത്മവിശ്വാസം ഇപ്പോഴും തുടരുകയാണ്. വലിയ വിജയമാണോ ഈ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും നല്ല സ്വീകാര്യതയാണ് തുടക്കം തൊട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ പ്രവർത്തനം തൊട്ട് ജനങ്ങളുടെ നിന്ന് കിട്ടുന്നത്. വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കൈവരിക്കും. അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയൊരു വിജയത്തിലേക്കുള്ളൊരു പടിയാകും. തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് വോട്ട് ചെയ്ത് മടങ്ങി സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ വലിയ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കൈപിടിക്കുന്ന ഒരു കാര്യമൊക്കെ കഴിഞ്ഞു. മുഖ്യമന്ത്രിയും ആത്മവിശ്വാസത്തിലാണല്ലേ? തീർച്ചയായും. അത് വ്യക്തിപരമായിട്ട് എൻ്റെ സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥികളൊക്കെ വലിയ ഭൂരിപക്ഷം വോട്ടിന് വിജയിക്കുന്ന സാധ്യത ഇന്ന് കേരളത്തിലെമ്പാടുമുണ്ട്. ഭരണത്തോട് വളരെ നല്ല സമീപനമാണ് ജനങ്ങൾക്കും. അപ്പോൾ ആ സ്വീകാര്യത തീർച്ചയായും വോട്ടുകളായിട്ട് വരും. സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ചർച്ചയായി വരുന്നത്. സ്വാഭാവികമായി തീർച്ചയായിട്ടും വികസന നേട്ടങ്ങൾ നാട്ടിലെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന മാറ്റങ്ങളാണ് ഈ കഴിഞ്ഞ 9.5 വർഷക്കാലമായി നാട്ടിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ അതിപ്പോൾ ആനുകൂല്യങ്ങൾ, പെൻഷൻ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാ മേഖലക്കകത്തും വലിയ മുന്നേറ്റമാണ്. സർവ്വതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെമ്പാടും നടന്നിട്ടുള്ളത്. അതിനൊരു സ്വീകാര്യത എന്തായാലും ജനങ്ങളുടെ ഇടയിൽ കിട്ടും എന്നുള്ളതിൽ തർക്കമില്ല. ആത്മവിശ്വാസവും ചിരിയൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ മുഖത്തും കാണുന്നത്. തീർച്ചയായിട്ടും. അത് എന്തായാലും 13-ന് വോട്ടെണ്ണുമ്പോഴും ആ ചിരി ഉണ്ടാകും. തീർച്ചയായിട്ടും വോട്ടെണ്ണുമ്പോഴും വലിയ ഭൂരിപക്ഷം ഉണ്ടാകും. തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിലെമ്പാടുള്ള ഇടതുപക്ഷ പ്രതിനിധികളാകെ നല്ല രീതിയിൽ മുന്നേറ്റം സൃഷ്ടിക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പ് മാറും. SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, ഒരു യുവ നേതാവാണ്, അതോടൊപ്പം തന്നെ വനിതകളുടെ ഒരു പ്രതിനിധി കൂടിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം അത് വലിയ തോതിൽ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. വലിയ തിരിച്ചടി അത് UDFന് നൽകില്ലേ? അത് ജനങ്ങളിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. നിയമപരമായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെളിവ് സഹിതം പല വിഷയങ്ങൾ ഇനിയും പുറത്തേക്ക് വരാനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകളാണല്ലോ. ഇപ്പോൾ ന്യായീകരണത്തിലേക്ക് വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നൊക്കെ KPCC പ്രസിഡന്റ് പറഞ്ഞു. അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയുണ്ട്. സ്ത്രീ ലംബടന്മാരുടെ വാക്കുകൾ എന്നുള്ള രീതിയിൽ തന്നെ മുഖ്യമന്ത്രി അതിനെതിരെ ശക്തമായ പ്രതികരണം നടത്തുകയാണ്. സ്വാഭാവികമായും അത് പൊതുസമൂഹത്തിലെ, സ്ത്രീ സമൂഹത്തിലെ ഒരു ചിന്ത കൂടി ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും. അതിൽ മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് അതിൽ പ്രതികരിച്ച് കഴിഞ്ഞു. അതിലപ്പുറത്തേക്കൊന്നുമില്ല. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം വളരെ കൃത്യമായിട്ടാണ്. സ്ത്രീകൾക്ക് വിരുദ്ധമായിട്ട് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ചെയ്യുന്നവരെ ജനങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കും. എന്തായാലും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ്, പിണറായി ഡിവിഷൻ്റെ സ്ഥാനാർത്ഥിയാണ് കെ അനുശ്രീ. എങ്ങനെയാണ് ഈ പിണറായി മേഖലയിലുള്ള ഒരു പൊതുവായ ഒരു ചിത്രം എങ്ങനെയാണ്? വലിയ ആഞ്ഞടിക്കില്ലേ LDF തരംഗം? പിന്നെ പിണറായി പഞ്ചായത്തിൽ വലിയ മുന്നേറ്റം, പഞ്ചായത്തിൽ മാത്രമല്ല, പിണറായി കോട്ടയം, ധർമ്മടം, വേങ്ങാട് പഞ്ചായത്തുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച കുതിപ്പ് തന്നെ നടത്തും. വലിയ ഭൂരിപക്ഷത്തോടു കൂടി അനുശ്രീ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു മാസക്കാലത്തെ വോട്ടർമാരുമായിട്ടുള്ള നമ്മുടെ അനുഭവങ്ങൾ അതാണ് നമുക്ക് നൽകുന്ന സന്ദേശം. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. അതിനേക്കാൾ വലിയ സന്തോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തി വോട്ട് ചെയ്തു, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചു. അതൊക്കെയാണ് അവരുടെ സന്തോഷങ്ങൾ. എന്തായാലും പിണറായി ഈ മേഖല എന്ന് പറയുന്നത് CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ബൂത്ത് എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ കാട്ടിലെ പീടിക ബൂത്ത് വലിയ സജീവമായി നിൽക്കുന്നത്. പിണറായിയിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.